ട്രിപ്പ് വേണ്ടി വരുമല്ലോ. ദിവസം കാണിച്ചെടുത്ത കുടുംബക്കാരെടുത്ത് പറയും. പിന്നെ കുടുംബക്കാര് പിരിവിട്ട പൈസക്കാണല്ലോ ഞാൻ വെള്ളം അടിച്ചത്. എടാ നിനക്കാരേലും പെണ്ണ് തരൂടാ ഹറാം പറഞ്ഞോനെ. പിന്നെ ഇവിടെ എല്ലാം തികഞ്ഞതിന് പെണ്ണ് കിട്ടാണല്ലോ. അപ്പോഴായി പിഴക്കി. ഒറ്റ കാര്യം, ഈ OMG എന്ന് എല്ലാത്തിനും കമന്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? OMG അല്ല, ഇഞ്ചി TSNDയുടെ എല്ലായിടത്തും കമന്റ് ചെയ്യുമല്ലോ. അതിന്റെ അർത്ഥം അറിയാമോ? എന്തുവാണ് കളിയാക്കുന്നത്? അതൊക്കെ എനിക്കറിയാം. ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഫേസ്ബുക്ക് എപ്പോഴും മോനെ ചോദിക്കും ഉണ്ടോ 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 എന്തുവാ. അപ്പൊ അത് ഉണ്ടോന്നല്ല അണ്ടൂന്നാ. ദൈവമേ, ഉണ്ടോ ചോദിക്കാൻ ഫേസ്ബുക്ക് അവിടെ വീട്ടിലൂടെ നടത്തുന്നു. നീ ആ ശങ്കരേട്ടന്റെ മരുമോനല്ലടാ? അതെ, ഞാനാ തന്നെ. സിഗരറ്റ് മാത്രമേ ഉള്ളൂ അതോ കഞ്ചാവും ഉണ്ടോ? ഇല്ലേട്ടാ, ഞങ്ങൾ ആദ്യമായിട്ട് വലിക്കുക. എങ്ങനെയുണ്ടെന്ന് അറിയാൻ. എങ്ങനെയുണ്ട്? കൊള്ളാം. എടാ, ഇത് വലിച്ച എന്ത് വരുമെന്നറിയൂ? അനാഥനല്ലേ ഇവനെ നശിപ്പിക്കുന്നത്? അനാഥന്റെ അച്ഛന്റെ പേരെന്താ? സുബ്രഹ്മണ്യം. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു, അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്തിനാ AC ഇട്ട് ഇതിന്റെ അകത്ത് ഇരിക്കുന്ന മോനെ? നീ എന്താ ഇരുന്ന് പിടയ്ക്കുന്നത്? എനിക്ക് ഇത്തിരി ശ്രദ്ധ കുറവാണ്, അതാ ഞാൻ ശ്രദ്ധിച്ചിരുന്ന് ഓടിക്കുന്ന. ചേട്ടാ, ആരെ കൈ കാണിക്കുന്നു? നീ തിരിച്ചാണിടാ ചേട്ടാ, ഒതുക്കാൻ പറയുന്നു. എന്താ സാറേ, പോലീസാണോ? അല്ല, അമ്പലത്തിൽ നിന്ന് പിരിവിന് വന്ന ഒരു 100 വന്നിട്ട് പോണേ. രേവതിയോളെ കാണാൻ വന്നവരല്ലേ? അതെ. ആ, വന്നോളൂ വന്നോളൂ. ഞാനാണ് പെണ്ണിന്റെ മാമൻ. അച്ഛനെല്ലാം ഉണ്ടായ കുട്ടിയാണേ. അല്ല, അച്ഛനും അമ്മയെല്ലാം വളർന്ന കുട്ടിയാണ്. ഞാനാണ് എല്ലാം ഇങ്ങനെ. അപ്പൊ കാര്യത്തോടെ അടക്കാം. ഇതിലാരുടെ പയ്യൻ? ഇവനാ? അയ്യേ, ഞാൻ വിചാരിച്ചൊരു 6 പൊക്കെ കാണുന്നു. ഇത് വലിക്കണമല്ലേ കിടന്ന്? ഇതാണ് അങ്ങനെ ഇളയ മോൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് മാമൻ. ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു. പരിചയപ്പെട്ടായിരുന്നു ഇല്ലേ? അപ്പൊ അവന്റെ കുടുംബമൊക്കെ എവിടെ? ആരുടെ വയറ്റില്? അവൻ പൊടിച്ചേ കഴിക്കാറുള്ളൂ. വെപ്പുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി പറഞ്ഞായിരുന്നു വരുന്നേ. ചേട്ടൻ എവിടെ ആയിരുന്നു എത്തിയെന്ന്? ഞാൻ മാട്രിമോണി കമ്പനിയിലാണ്. അപ്പൊ ഒരുപാട് പെണ്ണുങ്ങളെ കൈ കാണുമല്ലോ. അത് കാരണം പോരെ. ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് ചെറിയ തെറ്റല്ല ഹാഷിർ, വലിയ തെറ്റാണ്. ഇതിപ്പോ അവന്റെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് നിന്നേ. നീ ഒന്നും ജീവിക്കുന്ന പോലെ ജീവിതമല്ല എന്റേത്. അത് നീ പിണ്ണാക്കാതെ നിന്നാ ചോറിനാഗ്രഹം. കാരണം പറയണ. ഇയാൾ അവനെ അടിക്കത്തൊന്നുമില്ലല്ലേ? രാലി പിടയ്ക്കുന്നതിന് ഞാൻ വിടട്ടാ, കയ്യടയ്ക്കും. 50 ഗൂഗിൾ പേ അയച്ചാടാ. ഈ മീറ്റിംഗ് അങ്ങ് നീക്കി വെച്ചാലോ? നിന്നെ ഭൂമിന്ന് ഞാൻ നീക്കൂടാ. ഓഹോ, പിന്നെ നീ ഒരുപാട് ആയല്ലോടാ ആശിറേ. കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കൊണ്ടോ 2000 രൂപ എന്ത് ചെയ്യടാ? മറന്നില്ലടാ കള്ള. നീ വന്ന എനിക്ക് അടുത്ത് കാര്യം പറഞ്ഞു. വാ എടാ, എന്നെ കൊണ്ടോ ഇടിക്കാനാ. നീ ഒന്ന് കൂടെ വരുമോ? 2000 രൂപ തരാനുണ്ടോ? ആ, ഇല്ല, ഞാൻ ഇടി കൊണ്ടോളാം. കുടുങ്ങി എന്റെ കുടുക്ക. എന്തിനി? ഉച്ചയ്ക്ക് മീനച്ചാറ് കൂട്ടാല്ലോ. അപ്പൊ ഞാൻ തന്ന 50 ക്ഷീണിച്ചപ്പോ ചായ കുടിച്ചു. കടിയായിട്ട് 2 വടയും കഴിച്ചിട്ടുണ്ട്. ഒരു കടി ഞാൻ അങ്ങ് തരിഞ്ഞാൻ. നീ ചൂണ്ടയിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാ? ചിലപ്പോ മീൻ അങ്ങോട്ട് വലിച്ചോളെ എന്റെ ഇരയാന്നും പറഞ്ഞു. അങ്കിളിന് ബമ്പർ സീരിയൽ ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നോ? എന്തിനാണ്? അപ്പൊ നിലവാരം മനസ്സിലായി ആ കോമഡിയുടെ. ഇപ്പൊ ഞാൻ ജീവനോടുണ്ട്. എന്റെ കാലശേഷം നീ അനുഭവിക്കും.
എടാ ഞാൻ തട്ടിപ്പോണ കാര്യമാണ് പറഞ്ഞത്. സോറി ഞാൻ വിചാരിച്ചു ഫണ്ട്. അയ്യോ വിഷമിക്കണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. അയ്യോ അവൻ രക്ഷപ്പെടണമെങ്കിൽ നീ ആ കായലിലോട്ടൊന്ന് ചാടി തന്നാ മതി. അയ്യോ അതേ കുടുങ്ങി എന്റെ കൊച്ചത്തിന്റെ റൗക്ക. ചേട്ടന്റെ പേരെന്തോ? ചാണ്ടി. കൃഷ്ണന്റെ ചേട്ടൻ ചാണ്ടിയോ? ചന്തു എന്നാ പേര്, ഞങ്ങൾ ചാണ്ടിന്ന് വിളിക്കും. ചന്തയും കുണ്ടിയൊക്കെ ഇരി. എന്തിനാ വിളിപ്പിച്ചെന്നറിയാം? കാണാനല്ലേ? എന്നിട്ട് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, ഒരു തവണ എടോ ഇവന് പഠിക്കണമെങ്കിൽ പെൺപിള്ളേർ ഇടയിരുന്നാലേ പഠിത്തം വരുത്തോളാം. പഠിച്ചാ പോരെ. പക്ഷെ പെൺകുട്ടികളോട് പഠിക്കണം. ഞാൻ എന്താ സാറ് പറയുന്നത്? നീ നല്ല സുമേടത്തെന്തോ കാണിച്ചു. ഞാൻ ഹൃദയം തുറന്നു കാണിച്ചു. പക്ഷെ നരമ്പത്തരം കാണിക്കുന്ന തെറ്റാണ്. സാറേ ഞങ്ങള് പാരമ്പര്യമായിട്ട് എന്ത് നരമ്പാണ്? സാറേ ചായ. സാറേ ഇവനെ പറ്റി എനിക്കും പറയാനുണ്ട്. എന്തോന്ന്? കഴിഞ്ഞ അച്ഛത്തെ ടെസ്റ്റ് പേപ്പറിൽ കൂൾ ഓഫ് ടൈമിൽ കൂൾ വെച്ചിരുന്നാണ് ഇവൻ. അത് സാറല്ലേ പറഞ്ഞു ഒന്ന് കൂളായിട്ടിരിക്കാൻ. സുകുമാര ഇറങ്ങി വാടോ. ഒരു പെൺകൊച്ചന്റെ ജീവൻ നശിപ്പിക്കുന്നോ? ആറാ നീയൊക്കെ എവിടാ അവള്? താൻ ഭരണീരാക്കി വെച്ചിട്ടില്ല അവള്. ഭരണിയിലാക്കിയൊക്കെ ഇതെന്തോന്ന് കണ്ണി വാങ്ങി. സത്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മോളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ കല്യാണം നടത്തുന്നത്. പച്ച കള്ളാടാ. എന്നിട്ട് അവൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവളെന്താ പറഞ്ഞു? അതറിയണമെങ്കിൽ തന്നെ അവളെ വിളി. ലാവണ്യെ എന്താടാ? മോള് വിളിച്ചിട്ടില്ലേ? ഡാന്ന്. ഇങ്ങനെയൊക്കെ എങ്ങനെ അച്ഛാന്ന് വിളിക്കുന്നത്? അയ്യോ അത് ഡാഡാ അച്ഛാന്ന്. മോളെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ കല്യാണം ഉറപ്പിച്ചത്. അതിൽ നോക്കിയാൽ ഉത്തരം കിട്ടില്ല. പ്രിൻസേ കിട്ടും. കല്യാണത്തലേന്ന് കളിക്കാനുള്ള ഡാൻസ് വരെ അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ചുമ്മാതാടാ. എടാ സത്യമായിട്ട് എന്താ അമ്നേ സോയേ ഹേ, അമ്നേ ജായേ ഹേ, ഈ സ്റ്റെപ്പ് തെറ്റിച്ചാൽ ഇവളെന്നെ എന്തോരം അടിച്ചെന്നറിയാമോ? ഇപ്പോഴും തെറ്റിച്ചാ വൃത്തിയായിട്ടോളാം. ഒരു ചെറുക്കന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഞാൻ ഇനി എന്തോ ചെയ്യാനാണ്? അങ്കിള് വിഷമിക്കണ്ട. കാറ്ററിംഗ് അടക്കം ഫുൾ സപ്പോർട്ട് ഞങ്ങളോട് ഉണ്ടാവും. കോട്ടെ കല്യാണത്തിന് കാണാം. അതെ ആ സ്വത്തേക്ക് ഇനി എഴുതി തരണേ. മാറ്റിച്ചായോ എന്നാ ഉണ്ട്? ഭയങ്കര സുഖം. വൈകിട്ട് ഇനി നീന്താനൂടെ പോണോ? മാറ്റിച്ചായ കണക്ക് പ്രകാരം ഈ വീടും വസ്തുവും 2 ഏക്കർ സ്ഥലവും പിന്നാസ പദ്ധതി തൊട്ടും ആർക്കാ? എന്റെ വക്കീൽ ഇങ്ങനെ വാർന്ന് നിങ്ങൾ സ്ഥലം വീതം വെക്കാന്നും വിചാരിക്കണ്ട. ഇങ്ങനെ ആകെ വാർക്കുന്നത് ചായേ വടയും പഴം പോയി ഇങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിരിക്കും. 10 കാശുണ്ടാവും. പുള്ളിയുടെ എഴുത്ത് പ്രകാരം വീടും വസ്തുവും 2 ഏക്കർ സ്ഥലവും ഇളയമാനുള്ളതാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പുള്ളി ഇടയ്ക്ക് തേനിയിൽ തേനെടുക്കാൻ പോകത്തില്ലേ? അവിടെ പുള്ളിക്ക് ഒരു ചിന്ന വീടുണ്ട്. അവിടെ ഒരു ചിന്ന പയ്യനുണ്ട്. അതാണ് ഇളയ മകൻ ചിന്നാണ്. പിന്നെ സബർജലി തോട്ടം മൂത്ത മോനുണ്ട്. ആട്ടം നിർത്ത്. പുള്ളി ഇടയ്ക്ക് വേളാങ്കണ്ണി തൊഴാൻ പോത്തില്ലേ? അവിടെ ഒരു മൂത്ത വീടുണ്ട്. അവിടെ ഒരു മൂത്ത പുത്രനും ഉണ്ട്. അവനാണ് മുത്തച്ചാമൻ. എല്ലാം തീർപ്പായില്ലേ? ഈ കോളേജിൽ നിനക്ക് മാത്രമല്ലോടാ തന്ത. നന്നായ മോൻ ഉണ്ടാവുന്നതാണെന്ന് വെച്ചാൽ തന്തയില്ലാ ഇത്തരം പറയരുതേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ നിന്റെ തന്ത ഞാനായിരിക്കും. നടക്കും. എന്താ സാർ കാണണമെന്ന് പറഞ്ഞു? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ കറങ്ങുന്ന കാണിക്കാൻ വിളിച്ചു തന്നെ. എടോ തന്നെ ഞാൻ കണ്ടിട്ട് എനിക്കിപ്പോ നല്ല സംശയം താൻ എന്റെ ബന്ധുവാണോ എന്ന്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. എന്താ സാർ കണ്ടത്? താൻ കുതിരപ്പുറത്ത് പോണു. എങ്ങോട്ട്? തൃക്കോവിൽക്കാവ് ഉത്സവം. തന്തയും പിള്ളയും കൂടെ കളിയാക്കരുത്. സാറിന് നാണം വരുന്നില്ല സാറേ എന്നെ എല്ലാ മാസം വിളിച്ച് ഇവരെ കുറ്റം പറയാനായിട്ട്? എടോ ഇത് ഞാൻ തന്നോട് ചോദിക്കേണ്ട ചോദ്യമില്ലേ? എന്റെ പൊന്ന് സാറേ ഞാൻ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്ത്? ഇതിനെ മാനുഫാക്ചർ ചെയ്തത് ഞാൻ അറിഞ്ഞില്ല അതിന്റെ ഡിഫക്റ്റ് ഉണ്ടെന്ന്. എടോ എന്നിട്ട് ആ യൂണിഫോം എടുത്തിട്ട് നീ വന്നിരിക്കും. കാലത്തെ വക്കാലത്തായിട്ട് വന്നേക്കാ തേണ്ടി. എടോ ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേരുണ്ടായുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻ. ഇവനോ? സാർ മൈ ഇംഗ്ലീഷ് ഇസ് ഇൻ ദ വെൽ. 2 ഡയലോഗ് പറയടാ. ഇങ്കി പിങ്കി പോങ്കി മൈ ഫാദർ ഇസ് എ ഡോങ്കി മൈൻഡ് ഇറ്റ്. എല്ലാം അറിയണു. ഞാൻ നിന്റെ വാപ്പയാണ്. വാപ്പാണെങ്കിലും കോപ്പാണെങ്കിലും മൈ ലൈഫ് മൈ റൂൾസ്. വീട്ടിൽ കയറിപ്പോല്ലേ നായിന്റെ മോനെ. നീ എന്തിന്റെ തന്തമാരത്തൊക്കെ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല നിന്റെ ഉണ്ടാക്കിയ തന്തയല്ല. അല്ല നീയല്ലോ അങ്ങേരെ തന്ത. അണ്ണാ സമയം 5:50 ചേട്ടാ. നീ ഒന്നാണ് ഇതെല്ലാം പിടിച്ചോ. ഞാൻ നാളെ വരുമ്പോഴേ നീ തന്നാ മതി. 6 മണിക്ക് ശേഷം വീട്ടിൽ കയറല്ലേ കലിപ്പാവും.
എന്തോന്നിത് അതവന്റെ പുതിയ ബൈക്കടെ. ഞാൻ വിചാരിച്ചു കുതിര കെട്ടിയിട്ടേക്കുന്നത്. ഈ ബൈക്ക് എങ്ങനെ ഇവിടെ വന്നെന്ന് കോളേജിലായില്ലടാ. ഞാനും കോളേജ് കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയില്ലല്ലോ. എന്താ അവിടെ ഇഷ്യൂ? ഉള്ള ഇടി ഫുള്ള് എനിക്കും കൊഞ്ചരി ഫുള്ള് അവനുമോ. ഞാൻ ഇടപെടണോ? ഇരിക്കും നോക്കിയാണോ അവൻ ചേട്ടനെ പണ്ടേ ഓങ്ങി വെച്ചതാ. തലേ ഈ കളർ അടിച്ചതിന് കുഴപ്പമില്ലേ? ഞാൻ നിങ്ങളെ മക്കളല്ലേ. 15 ഇഞ്ചിന്റെ TV ഉണ്ടല്ലോ, ഞാൻ അടിച്ച് പൊട്ടിക്കുന്നു പറ. ഓനെ കണ്ണാടി മാറ്റി. ഓക്കെ ഡാഡ്. അവനുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? അങ്ങനെയല്ലേ ഞാൻ നിങ്ങളെ വളർത്തിയത്. ഞാൻ കെട്ടുന്ന പെണ്ണ് ചേട്ടൻ കൊണ്ടുപോയല്ലോ. അത് നിന്റെ കഴിവ്. എന്റെ ഡാഡി ഇതറിഞ്ഞോണ്ടല്ലോ. നീയും ഡാഡിയാ? അച്ചുക്കുട്ടൻ എന്തിനു വണ്ടി എടുത്തു കൊടുത്ത്? പഠിക്കുന്ന പ്രായമല്ലേ? ഞാൻ എന്തോ 18 വയസ്സ് വരെ വളർന്നിട്ട് പിന്നെ പെട്ടെന്ന് 25 വയസ്സിലോട്ടാ. ഇപ്പൊ ശബരിമല സീസണാണ്, ഇത് എറിക്കത്തോളൂ. എടാ മഴ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗൾഫിലെ മഴ. എന്താ അവിടെ വെള്ളമല്ലേ വീഴുന്നു? ഇവന്മാരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതെ, ഇതിനു മുമ്പ് നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. നമ്മെ നാം പോലും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങോട്ടേക്ക് ഞങ്ങൾ ശബരിമല വഴി വേളാങ്കണ്ണിയിലേക്ക് ഒരു യാത്ര. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഭാവി നോക്കാൻ ഇത്രയും വൃത്തിയായിട്ടൊരു കഴിഞ്ഞ എന്റെ യുഗത്തിൽ കണ്ടിട്ടില്ല സ്വാമി. കയ്യിലെ രേഖയെല്ലാം മഞ്ഞിരിക്കുന്നല്ലോ. എന്നാലും ഉള്ള രേഖ വെച്ച് പറയാം, നീ രേഖ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ രാഘവന്റെ കൂടെ ഒളിച്ചോളൂ. അയ്യോ പേടിക്കണ്ട, അതിന് മുമ്പ് നീ ചത്തും പോകും. കൺഫേം 2 ടൈപ്പാ. ഈ സ്വാമി ഈ കൈ നോക്കി എന്റെ ഭാവി പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് ചിക്കൻ കറി ആയിരുന്നല്ലേ? മന്ത്രം ചൊല്ലാ. ಹಪ್ಪಡಬಡ ಸಿಟ್ಟೆ ಸಿಟ್ಟಿಠಾಲಲ ಗಂಡ ಹಿಂಬಸ್ಸ ಬಲಸಿಂಹ ಹಂಸ ಹಾಲಲ ಗಂಡ ಸಪ್ಪಿಠಾಲಲ ಗಂಡ ಓಂ ಶಾಂತಿ ಶಾಂತಿ. വെറുതെ ദൈവദോഷം മാറ്റി വെക്കാതെ. എടോ അത് വേട്ടക്കാരിലെ പാട്ടാടാ ഉള്ളോക്ക. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.